വന്നും ചെല്ലുന്നു. അതിനേക്കാളുപരി നമ്മുടെ ഉപഭോഗന്റെ ദിവാസൻ ഇവിടെ തിരക്കുണ്ടായിട്ടും ഈ ദേശത്തെ വേല മാനിച്ച് ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പണിയുന്നത് ഷാർജ സഭയുടെ കെറൂപ്പിലാണ്. അങ്ങനെയെങ്കിൽ യാത്രയിലും അവിടുന്ന് തുടർന്നുള്ള യാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് കർത്താവെ സീതാമണ്ഡലുള്ള ദൈവമക്കൾ ഇവിടെയുള്ള ദൈവദാസന്മാർ ഒക്കെയും ഏറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ ഒരു ആലയം ആവശ്യമാണ്. സ്വാതന്ത്ര്യത്തോട് കർത്താവിനെ ആരാധിപ്പാൻ കൊണ്ട് ഒരു ആലയം ആവശ്യമാണെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും കർത്താവെ അതിനായി ഷാർജയിലുള്ള ദൈവമക്കൾ കർത്താവെ മുന്നോട്ട് വരികയും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാനിടയായുള്ള കർത്താവെ ഞങ്ങൾ വായിക്കുന്നു. അവർ ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അവർ ആർത്തുപാടി ഞങ്ങൾ സ്തുതിച്ചതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന കർത്താവെ ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുമ്പോൾ എൻ്റെ വിലപ്പെട്ട ദാസനോടുകൂടെ അവിടുത്തെ സാന്നിധ്യമുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്ന വൃഥാ ധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും ഞങ്ങളുടെ സകല കൈകളുടെ പ്രവൃത്തിയും സാധ്യമാക്കി തരുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ദാസനിൻ്റെ അടിസ്ഥാനക്കല്ലിടുമ്പോൾ കർത്താവെ തിരുസാന്നിധ്യത്തിൻ്റെ മേൽ എഴുന്നള്ളണം. ഈ ദേശത്ത് കർത്താവിനെ ആരാധിപ്പാൻ നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഇവിടെയുള്ള ദൈവമക്കളുടെ ആഗ്രഹം സ്വർഗം അറിഞ്ഞു അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം. ഷാർജയിലെ സഭ ചച്ചബ്ഗോഡ് എന്ന് പറയുന്ന വലിയ സമൂഹത്തിന് ഒരു അനുഗ്രഹമാണ്. ധാരാളം പ്രിയപ്പെട്ടവർ അവിടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. 93 മുതലുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ അവിടെ വളർന്ന് പന്തലിക്കുവാൻ ഇടയായി. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും വന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ അവിടെയുണ്ട്. അവർ വളരെ സുവിശേഷ തൽപരരും കർത്താവിൻ്റെ വേലയെ ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. പതിറ്റാണ്ടുകളായിട്ട് ആ സഭ ഇന്ത്യയിലുള്ള വിവിധ ഇടങ്ങളിലുള്ള പ്രവർത്തനങ്ങളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആദ്യകാലം മുതൽ തന്നെ കർത്താവിൻ്റെ ദാസന്മാർ ആ സഭയ്ക്ക് വളരെ നേതൃത്വം കൊടുത്ത് സുവിശേഷ വേലയെ അവർ പ്രോത്സാഹിപ്പിക്കുവാനിടയായി. കേരള സ്റ്റേറ്റിനോട് പ്രത്യേകിച്ചുള്ള ഒരു താല്പര്യവും സ്നേഹവും പ്രകടിപ്പിക്കുവാനിടയായി. കാലാകാലങ്ങളിൽ അവിടെ വന്ന ദൈവദാസന്മാരും ആ സഭയുടെ മുൻകാലങ്ങളിലെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ ജോസ് ഉൾപ്പെടെ അനേകരെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായതെല്ലാം ഓർക്കുന്നു. ആ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ അവരുടെ ഉള്ളിൽ കർത്താവ് നൽകിയ ദർശനപ്രകാരം അവർ ഈ ദേശത്ത് വന്ന് ഇവിടെ വസ്തു വാങ്ങി ഇവിടെയുള്ള ദൈവമക്കൾക്ക് ഒരു ആലയം വെച്ച് കൊടുക്കുവാൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ പ്രത്യേകം ആ സഭയെ വന്ദനം പറയുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കടന്നു വന്ന സെക്രട്ടറി സിജു, അതുപോലെ പ്രിയ ജോഷാന്, അതുപോലെ നമ്മുടെ പ്രിയ സൈച്ചാന്, ലിജോ, അതുപോലെ റോയിച്ചാൻ, അവരൊക്കെ ഷാർജയിൽ നിന്ന് കടന്നു വന്നവരാണ്. അവരുടെ കുടുംബങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർക്കുന്നു. അവർ പ്രതിനിധികളായി മാത്രം വന്നവരാണ്. എന്നാൽ ഒരു സഭ മുഴുവൻ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ അധ്വാനം, അവരുടെ പ്രാർത്ഥന, അവരുടെ കൈത്താങ്ങലെല്ലാം ഈ സംരംഭത്തിനുണ്ട്. ഇത് ഇവിടെയുള്ള സീതാമൗണ്ട് സഭയ്ക്ക് വേണ്ടിയാണ് ഇത് അവർ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ മുഴുവൻ ആ കാര്യങ്ങളും ചെയ്യുന്നത് ആ സഭ തന്നെയാണ്. അതിൽ പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. അവിടെയുള്ള ദൈവമക്കളെ അഭിനന്ദിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയ CI തോമസ് പാസ്റ്ററും വയനാട് ബത്തേരി സെൻറ്ററിലെ ദൈവദാസന്മാരെല്ലാം ഒത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ഏതോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്തുതിക്കുന്നു. ദൈവം അവരിലൂടെയും ഈ ദേശത്തെ വേല നന്നായി ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കടന്നു വന്ന ദൈവമക്കൾ വിശേഷിച്ച് ഈ ഇതിനു വേണ്ടി ഇത് കാര്യം ഷാർജ സഭക്കാർ ഓർപ്പിച്ച സമയം മുതൽ നന്നായി അധ്വാനിച്ച പാസ്റ്റർ ഹാൻസൻ പാസ്റ്റർ, അതുപോലെ നമ്മുടെ സാമച്ചായന്, കടന്നു വന്ന ബേബി കുര്യൻ പാസ്റ്റർ, ആന്റണി മെയിൻ പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം പറയുകയും ചെയ്യും. സഹായിക്കട്ടെ. സമീപവാസികളായി
നാട്ടുകാരായിട്ട് ഈ വേലയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടൊക്കെ കടന്നു വന്നുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും എൻ്റെ വന്ദനം പറയുകയും ചെയ്യുന്നു. സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഓർക്കാനിടയായി. ഇങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് അതല്ല എങ്കിൽ പോലും, എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിങ്കിൽ പണിയും. അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഈ വയനാടില് ഇത്രയും ദൂരം ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഷാർജയിലുള്ള ദൈവമക്കൾ കടന്നു വന്ന ഒരു ആലയം പണിയാൻ ഒരുപാട് സ്ഥലം വിശാലമായി കിടക്കുമ്പോൾ ഇവിടെയുള്ള ദൈവമക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ കഷ്ടപ്പാടും, അവർക്കൊരു ആലയമൊന്നും പമിക്കാനുള്ള പ്രാപ്തിയൊന്നും ഉള്ളവരല്ല. എങ്കിലും അവരുടെ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേട്ടിട്ട് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മഞ്ഞ് പറ്റാതെ അവർക്കിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ദേശത്തിന് വേണ്ടി നേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം, ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കണ്ണുനീരോടാണ്, നിറഞ്ഞ സന്തോഷത്തോടാണ് നിങ്ങളെ അഭിനന്ദിക്കുന്നത്. അനേകതയിൽ ഉണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കുമ്പോൾ, അനേകർക്ക് ചെയ്യാൻ സ്തോത്രം സാഹചര്യം ഉണ്ടായിട്ടും മനസ്സില്ലാതിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ നല്ല മനസ്സിനെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസഭയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ എന്ന നിലയിൽ നിറഞ്ഞ സന്തോഷത്തോടെ ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവരും സർവശക്തനായ 95 കാലഘട്ടങ്ങളിൽ ഞാനും ഒരു ശേഷര പ്രവർത്തനത്തിന് പോയിട്ട് അവിടെ ഒരു വസ്തു വാങ്ങിക്കാനും ആലയം പണിയാനൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. ആരും സഹായിക്കാനും സർവശക്തനായ ദൈവം അവിടെയും പറയുന്നു. ആദ്യത്തെ ഇനിഷ്യൽ വർക്കിന്റെ വേദന അറിയാവുന്നവർക്ക് ഏതാണ്? ഒരുപാട് കാര്യങ്ങൾ ഇനി പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവനെ, അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി. ഇപ്പോൾ 24ാമത്തെ സങ്കീർത്തനം കർത്താവിന്റെ ദാസൻ ബേബി കുര്യൻ ഭൂമിവന്റെ പൂർണ്ണതയും ഭൂതലമ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനെ തന്നെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. കടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാൻവീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സീതാ മൗണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത
പ്രാർത്ഥനാലയത്തിന്റെ ആരംഭം എന്നവണ്ണം, അതിന്റെ പണിയുടെ ആരംഭം എന്നവണ്ണം പ്രാർത്ഥനയോടെ ഇവിടെ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നല്ല അനുഗ്രഹീതമായൊരു ആമേൻ സന്തോഷമായി തീരുവാൻ നമുക്കത് വെച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയം ഞങ്ങൾ ഒരുമിച്ച് മുഖത്തേക്ക് ഞങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം പോലെ ഞങ്ങളുടെ സഭ ദേശത്ത് ശോഭിക്കുവാൻ, ഒരു വിളക്കായി തെളിയുവാൻ, അനേകർക്ക് ക്രിസ്തുവിങ്കിലേക്കുള്ള രക്ഷയുടെ സന്തോഷം ഉപദേശത്തിന്റെ ഒരു പർവ്വതമായി അനേകം കടന്നു ക്രിസ്തുയേശുവിനെ അറിയുവാൻ, ആത്മരക്ഷയുടെ സന്തോഷം പ്രാപിച്ചു നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് പകൽ പ്രാർത്ഥനയോടെ അടിസ്ഥാനമിടുന്ന ഈ പണിയുടെ ആരംഭം, ഇത് പൂർത്തീകരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാലയം അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ ഈ ആലയത്തിന്റെ പണിയോട് ആരംഭം എന്ന വണ്ണം ഇതിന്റെ പൂർത്തീകരണം തുടർന്നുള്ള വരവ് വരെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ആമേൻ. ഇതിനു വേണ്ടി ചെലവിടുന്ന കരങ്ങൾ, പ്രാർത്ഥിക്കുന്ന കരങ്ങൾ, പ്രവർത്തിക്കുന്ന കരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ദാസന്മാരായ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ പണിയുടെ ആരംഭം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് വിടുതലായി തീരട്ടെ, നാമത്തിന് മഹത്വമായി തീരട്ടെ. കൃപയിൽ സൂക്ഷിക്കണം. പ്രാർത്ഥന കരുതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സർവശക്തിയുള്ള ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ആലയത്തിന്റെ പണിയുടെ ആരംഭം എന്ന വണ്ണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ ഡെഡിക്കേറ്റ് ചെയ്തു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കരങ്ങളാൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ സ്റ്റോണിനോട് ചേർത്ത് പണിയപ്പെടുന്ന ഓരോ കല്ലുകളും, ആമേൻ, ഇതിന്റെ പണിക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ദൈവം വേഗത്തിൽ ഒരുക്കി വേഗത്തിൽ ഇത് പൂർത്തീകരിച്ചു നാമമഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട ആലയത്തിൽ ഒരുമിച്ച് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കും. വരവ് താമസമെങ്കിൽ അത് ഞങ്ങൾക്ക് സാധ്യമാക്കി നൽകുന്നത് കൊണ്ട് സ്തോത്രം. നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ മുഖാന്തരമായി തീർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർത്ത് നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏവരെയും അനുഗ്രഹിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. പണിയുന്ന ആ കോൺട്രാക്ടേഴ്സിനായി സ്തോത്രം. ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശേഷിച്ച് ഷാർജ ദൈവസഭയ്ക്കായി സ്തോത്രം. ബത്തേരി സെന്ററിനായി, സെൻട്രൽ പാസ്റ്റേഴ്സിനായി സ്തോത്രം. വിശേഷിച്ച് ഇതിന് ചുമതല വഹിക്കുവാൻ, ഇതിൽ മേൽനോട്ടം വഹിക്കുവാൻ ഷാർജ സഭ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ പാസ്കൽ ഹാൻസൻ പാസ്റ്ററിന് വേണ്ടി, സാമച്ചാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട് ചേർന്ന് ഒരുമിച്ച് നന്നായി പണിതെടുക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ കൊടുക്കണമേ. ബസലേലിന്റെ മേൽ പകർന്നതുപോലെ ഒരു വിശേഷ കൃപ ദൈവജനത്തിന്റെ മേൽ പകർന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവസഭയ്ക്കൊരു അഭിമാനവും അനുഗ്രഹവുമായിരിക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിന്റെ വാഴുമനുഗ്രഹങ്ങൾ കൂട്ടായി കാവലും നാമേവരോടും നാം പ്രാർത്ഥിച്ചാരംഭിച്ച ഈ പണിയുടെ ആരംഭം മുതൽ പൂർത്തീകരണം വരെ കർത്താവിന്റെ വരവരെയും ഇരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവവും ഞാനും മഹത്വം.